ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമിസോൺ. ഇന്ന് വന്നിട്ടുള്ള റെസിപ്പി ക്രീമി ഗാർലിക് ചിക്കനാണ്. അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ള പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫ്ലേവർ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ പീസാക്കിനും കട്ട് ചെയ്യാം. പക്ഷേ ഇതാകുമ്പോൾ കാണാൻ നല്ല ലുക്ക് ഉണ്ടാവും. അപ്പം ഇതുപോലെ 3 നമുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഇത് 1/2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. എല്ലില്ലാത്ത ചിക്കനാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ എടുത്ത് വെക്കാം. അതിലേക്ക് ചൂടായതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി തൊലിയോടും കൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ തൊലിയോടും കൂടി തന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാൻ നോക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വരഞ്ഞ് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളിയിൽ ആ ഫ്ലേവറിൽ നന്നായിട്ട് ഇതൊന്ന് കുക്കായി എടുക്കണം. അപ്പോൾ നല്ല നല്ല മണം ഉണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് പൊടികളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഗോൾഡൻ കളറായിട്ട് ആവുമ്പോൾ നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ആ വെളുത്തുള്ളി അടക്കം മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതേ പാനിൽ തന്നെയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പും കൂടി ചെയ്യാൻ പോകുന്നത്. ഇതാ ബട്ടർ ചേർത്ത് കൊടുക്കാം. അത് നന്നായി ചൂടായതിന് ശേഷം മെൽട്ടായതിന് ശേഷം നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതും ചെറിയ കഷ്ണം ക്യാപ്സിക്കം, കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം നമുക്കതിലോട്ട് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തിക്ക് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിതിൻ്റെ ഹാഫ് പോർഷൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായി ഇത് കൂടുതൽ തിളച്ച് വരേണ്ട ആവശ്യമില്ല. കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നോക്കിയിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് ആ വെളുത്തുള്ളിയോടും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഓൾറെഡി നമ്മൾ ചിക്കൻ കുക്ക് ചെയ്തതാണ്. ഒരു 10 മിനിറ്റ് എന്തായാലും കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കിടന്ന് ഒരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ക്രീം കുറച്ച് തിക്കായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. കൂടുതൽ കുക്കാക്കണ്ട, കാരണം ക്രീം ആയതുകൊണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തിക്കായി വരും, കണ്ടല്ലോ. അപ്പം ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ബട്ടർ നാൻ, ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടെ ഭയങ്കര കോംബോ ആണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ആണ് ഇതിൻ്റെ നമ്മുടെ ചിക്കൻ ക്രീമി ഗാർലിക് ചിക്കൻ, അതാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ പറഞ്ഞല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ആമിസോൺ. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു, ബൈ.